11ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. ഞാൻ സൗമ്യ ഹരികൃഷ്ണ. നമുക്ക് ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന ചാപ്റ്റർ തുടരാം. നമ്മളിപ്പോൾ ന്യൂറോൺ എങ്ങനെയാണ് മെസ്സേജസ് എല്ലാം കണ്ടക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി. ആ മെസ്സേജസ് ഒക്കെ ഫൈനലി എത്തുന്നത് എവിടെയാണ്? നമ്മുടെ ബ്രെയിനിലാണ്. അപ്പോൾ ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റമാണ് അല്ലേ. നമ്മുടെ ഒരു രാജാവിനെ പോലെ നമ്മുടെ ബോഡിയെ കൺട്രോൾ ചെയ്യുന്നത് ബ്രെയിനാണ്. എല്ലാ അവയവങ്ങളെയും ബ്രെയിൻ കൺട്രോൾ ചെയ്യുന്നു. നമുക്കറിയാം, ഹാർട്ട് പഠിച്ചപ്പോൾ ഹാർട്ട് മാത്രം ബ്രെയിൻ പറയുന്നത് മുഴുവനായിട്ട് കേൾക്കാൻ നിൽക്കില്ല. പക്ഷേ ബ്രെയിനാണ് നമ്മുടെ മെയിൻ കൺട്രോളിങ് സെൻറ്റർ. അപ്പോൾ ബ്രെയിനിൽ നിന്നുള്ള ആ ഒരു കൺട്രോൾ കൊണ്ട് എന്തൊക്കെ നടക്കാം? നമ്മുടെ വോളണ്ടറി ആക്ഷൻസ്, നമ്മൾ ചിന്തിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം, അതായത് ഞാനിപ്പോൾ ഒരു പേന എടുക്കുന്നു അല്ലെങ്കിൽ അങ്ങോട്ട് നോക്കുന്നു, ഇതൊക്കെ എനിക്ക് വോളണ്ടറി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെയുള്ള കൺട്രോൾസ് എല്ലാം എവിടെയാണ് വരുന്നത്? നമ്മുടെ ബ്രെയിനിൻ്റെ കീഴിലാണ് വരുന്നത്. പിന്നെ നമുക്ക് വിശക്കുന്നതും നമുക്ക് ദാഹിക്കുന്നതുമെല്ലാം നമ്മുടെ ബ്രെയിൻ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ടാണ്. പിന്നെ നമ്മുടെ ശരീരത്തിൽ ഒരു ബയോളജിക്കൽ ക്ലോക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. 24 മണിക്കൂറുള്ളൊരു ഋതമുണ്ട് അല്ലേ. അതായത് രാത്രിയാകുമ്പോൾ നമുക്ക് ഉറക്കം വരികയും രാവിലെ പകൽ നമ്മൾ ആക്റ്റീവായിട്ടിരിക്കുകയും ചെയ്യുന്നതിൻ്റെ കാരണം. ഇപ്പോൾ പലരും അത് മാറ്റിയെടുക്കുന്നുണ്ട്, പക്ഷെ അത് നമുക്ക് നല്ലതല്ല. വൺസിൻ്റെ വയൽ ഒരു അത്യാവശ്യ സാഹചര്യത്തിൽ അത് മാറുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ സ്ഥിരമായിട്ട് നമ്മൾ നമ്മുടെ ബയോളജിക്കൽ ക്ലോക്കിനെ ചലഞ്ച് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മെമ്മറി, ഇൻ്റലിജൻസ്, ഇമോഷൻസ്, നമ്മുടെ ബിഹേവിയർ, പിന്നെ അതുകൂടാതെ നമ്മുടെ കാഴ്ച, കേൾവി, അങ്ങനെയുള്ള എല്ലാം കൺട്രോൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ എൻഡോക്രൈൻ ഗ്ലാൻസ്, അതായത് നമ്മുടെ ഹോർമോൺസ് ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്ലാൻസിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസ് ആയ ലങ്സ്, കിഡ്നി, ഹാർട്ട്, ഇതിൻ്റെ ഫങ്ഷൻസൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ബ്രെയിനാണ് അല്ലേ. അപ്പോൾ ഇത്രയും ഫങ്ഷൻസ് ചെയ്യുന്ന ബ്രെയിനിന് എന്തെങ്കിലും കുഴപ്പം പറ്റിയാൽ നമ്മുടെ ഫുൾ ബോഡി തന്നെ അത് അവതാളത്തിലാകുന്നു. അതുകൊണ്ട് തന്നെ ബ്രെയിൻ നല്ലപോലെ പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. നമുക്കറിയാം, ഭഗവാൻ നമ്മുടെ ശരീരത്തിലെ ബ്രെയിനെ നന്നായിട്ട് തന്നെയാണ് പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നത്. ബ്രെയിനെ കവർ ചെയ്തിട്ട് എന്താണുള്ളത്? ഒരു വളരെ ഹാർഡായിട്ടുള്ള ഒരു പ്രൊട്ടക്റ്റീവ് കവറിങ് ഉണ്ട്. അതായത് സ്കള്ളിൻ്റെ പാർട്ടാണ്. സ്കള്ളെന്ന് പറയുമ്പോൾ നമ്മുടെ മുഖത്തെ ബോൺസും കൂടെ ചേർന്നിട്ടാണ്. പക്ഷേ ബ്രെയിനിൻ്റെ ഭാഗം മാത്രം കവർ ചെയ്യുന്ന ഹെൽമെറ്റ് പോലത്തെ പാർട്ടിനെ പറയുന്ന പേരെന്താണ്? ക്രേനിയം അല്ലേ. അത് നല്ല ബോണി ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ്. ഇനി ക്രേനിയത്തിനകത്ത് 3 ലെയേഴ്സ് ഉള്ള മെംബ്രെയിനാണ് ഉള്ളത്. അവയെ പറയുന്ന പേരാണ് മെനിഞ്ചസ്. അപ്പോൾ ഇവിടെ നമുക്ക് 3 മെനിഞ്ചസ് കാണാം. ഏറ്റവും അകത്ത് നമ്മുടെ ബ്രെയിൻ ടിഷ്യൂവിനോട് ചേർന്നിരിക്കുന്ന ആ മെംബ്രെയിനെ പറയുന്ന പേരാണ് പയാമീറ്റർ. പയാമീറ്ററിൻ്റെ ഇടയ്ക്ക് വരുന്നതാണ് അരക്നോയിഡ് മെംബ്രെയിൻ. പിന്നെ ഏറ്റവും ഔട്ടർ വരുന്നതാണ് ഡ്യൂറാമീറ്റർ. അപ്പോൾ അകത്ത് പയാമീറ്റർ, അത് കഴിഞ്ഞിട്ട് അരാക്നോയിഡ് മെംബ്രെയിൻ, അത് കഴിഞ്ഞിട്ട് ഡ്യൂറാമീറ്റർ. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊരു ഫ്ലൂയിഡ് ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. അപ്പോൾ ഇത് നമുക്ക് ഒരു ഷോക്ക് അബ്സോർബർ പോലെ കൂടുതൽ ഈ ഷോക്കൊന്നും വരാതെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അങ്ങനെ നല്ല വെൽ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് നമ്മുടെ ബ്രെയിനിനുള്ളത്. ഇനി ബ്രെയിനിൻ്റെ പാർട്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ 3 തരംതിരിക്കാം: ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ ആൻഡ് ഹൈൻഡ് ബ്രെയിൻ. ഇതിൽ ഫോർ ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ വോളണ്ടറി ആക്ഷൻസിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്നു. അതായത് നമ്മൾ കോൺഷ്യസ് ആയിട്ട് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന, ബോധപൂർവം ചെയ്യുന്ന പ്രവർത്തികളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ഫോർ ബ്രെയിനാണ്. അതേസമയം ഹൈൻഡ് ബ്രെയിനും മിഡ് ബ്രെയിനും, അതായത് മധ്യഭാഗത്തുള്ളതും ബാക്കിലുള്ളതും, അവ ചെയ്യുന്നത് എന്താണ്? ഇൻവോളണ്ടറി. അതായത് നമ്മൾ ബോധപൂർവം അല്ലാതെ ചെയ്യുന്ന ചില പ്രവർത്തികളുണ്ടല്ലേ. അതായത് ഇപ്പം ഞാൻ വിചാരിക്കണം, എൻ്റെ സ്റ്റൊമക്കിനോട് ഞാൻ പറയണം, കുറച്ച് നേരം ഡൈജഷൻ ഒന്ന് സ്റ്റോപ്പ് ചെയ്തേ, എനിക്ക് ബോറടിക്കുന്നു. സ്റ്റൊമക്കിനോട് പറയാവുന്നേ ഉള്ളത്, കേൾക്കില്ല അല്ലേ. അല്ലെ കിഡ്നിയോട് പറയണം, കുറച്ചുകൂടെ ഒന്ന് ഫിൽട്ടർ ചെയ്തോളൂ, എനിക്ക് ഞാൻ കൂടുതൽ വെള്ളം കുടിക്കാം. ഇല്ല, കിഡ്നി കേൾക്കില്ല അല്ലേ. അവരൊക്കെ ആരുടെ കീഴിലാണ്? ഡയറക്റ്റ് നമ്മുടെ ബ്രെയിനിൻ്റെ. അപ്പോൾ അങ്ങനെയുള്ള ഫങ്ഷൻ ഇതിനെ പറയുന്ന പേരാണ് ഇൻവോളണ്ടറി ആക്ഷൻസ് എന്ന് പറയുന്നത്. അവയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് മിഡ് ബ്രെയിനും ഹൈൻഡ് ബ്രെയിനും ചേർന്നിട്ടാണ്. ഇനി ഫോർ ബ്രെയിൻ്റെ പാർട്സ് നമുക്ക് 3 തിരിക്കാം: സെറിബ്രം, തലാമസ് ആൻഡ് ഹൈപ്പോ തലാമസ്. നിങ്ങൾ റെഫറൻസ് ബുക്കിലൊക്കെ നോക്കുകയാണെങ്കിൽ അതിനെ വേറൊരു രീതിയിലാണ് തരം തിരിച്ചിരിക്കുന്നത്. ഓൾഫാക്ടറി ലോബ്സ്, അതായത് നമ്മുടെ മണം, മൂക്കിൻ്റെ ആണല്ലോ ഓൾഫാക്ടറി, മണം മനസ്സിലാക്കുന്നതിനുള്ള 2 ലോബ്സ് അവിടെയുണ്ട്. അതുകൂടാതെ നമ്മുടെ സെറിബ്രമാണ് ഏറ്റവും വലിയ പാർട്ട് എന്ന് പറയാം. പിന്നെ കൂടാതെ ഒരു പാർട്ടുണ്ട് ഡയൻസെഫലോൺ എന്ന് പറയും. ആ ഡയൻസെഫലോണിനകത്താണ് നമ്മുടെ റൂഫ്, തലാമസിൻ്റെ റൂഫും തലാമസും ഹൈപ്പോ തലാമസും ഒക്കെ വരുന്നത്. പക്ഷേ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത് സെറിബ്രം, തലാമസ്, ഹൈപ്പോ തലാമസ് എന്നീ 3 ഭാഗങ്ങളാണ്. ഇനി നമുക്ക് ഓരോ പാർട്ടിൻ്റെയും ഫങ്ഷൻ പ്രത്യേകമായിട്ട് മനസ്സിലാക്കാം. ആദ്യമായിട്ട് നമുക്ക് സെറിബ്രം എന്താണെന്ന് നോക്കാം. ഏറ്റവും വലിയൊരു ഭാഗമാണ് സെറിബ്രം എന്ന് പറയുന്നത്. ഈ സെറിബ്രം ഒരു ഗോളാകൃതിയിലുള്ളതാണ്. പക്ഷേ അതിന് 2 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. നടുക്കൊരു ഒരു ക്ലെഫ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ചാനൽ പോലെ ഉണ്ട്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രണ്ട് അർദ്ധഗോളങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. അതിനെ പറയുന്ന പേര് സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ് എന്നാണ്. ഈ രണ്ട് ഹെമിസ്ഫിയേഴ്സ് അല്ലെങ്കിൽ അർദ്ധഗോളങ്ങൾ ചേർത്ത് വെക്കാനായിട്ട് അതിൻ്റെ മധ്യഭാഗത്ത് ഒരു തിക്കായിട്ടുള്ള ഒരു നെർവ് ഫൈബേഴ്സിൻ്റെ ട്രാക്റ്റ് ഉണ്ട്. അതായത് കുറച്ച് നെർവ്സ് ഇങ്ങനെ കണക്റ്റഡ് ആയിട്ട് ഇരുന്നിട്ട് അതിനെ ചേർത്ത് വെച്ചിരിക്കുക ഈ രണ്ട് ഭാഗങ്ങൾ. അതിനെ പറയുന്ന പേരാണ് കോർപ്പസ് കാലോസം. അപ്പോൾ രണ്ട് ഹെമിസ്ഫിയേഴ്സ്, സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സിനെ ചേർത്ത് വെക്കുന്ന നെർവ് ഫൈബേഴ്സിനെ പറയുന്ന പേരാണ് കോർപ്പസ് കാലോസം. ഇനി ഈ സെറിബ്രത്തിൻ്റെ പുറത്ത് നോക്കിയാൽ അത് കുറച്ച് ഫോൾഡ്സ് ആണ്. അപ്പോൾ കുറച്ച് പൊങ്ങിയിരിക്കുന്ന ഭാഗവും കുറച്ച് ഡീപ്പായിട്ടുള്ള ഭാഗങ്ങളും ഉണ്ട്. അതിനെ പറയുന്ന പേര് സൾക്കസും ഗൈറസും ആണ്. ഈ പൊങ്ങിയിരിക്കുന്ന ഭാഗത്തെ നമ്മൾ ഗൈറസ് എന്ന് പറയും. ഈ കുഴിഞ്ഞിരിക്കുന്ന ആ ഒരു ചുളിവുകളെയാണ് നമ്മൾ സൾക്കസ് എന്ന് പറയുന്നത്. ഗൈറി ആൻഡ് സൾസ എന്നാണ് നമ്മൾ അതിൻ്റെ പ്ലൂറലായിട്ട് പറയുന്നത്. അതെന്തിനാണ്? സർഫസ് ഏരിയ കൂട്ടാനാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ ചുളുക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ സർഫസ് അവിടെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ന്യൂറോൺസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നോക്കിയാൽ ഈ ന്യൂറോൺസിൻ്റെ ഹെഡായിട്ടുള്ള പാർട്ട്, അതായത് ഈ സെൽ ബോഡി പുറത്തു വരുന്ന രീതിയിലാണ് വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഭാഗം ഗ്രേയിഷ് ഒരു അപ്പിയറൻസ് ആണ് വരുന്നത്. അതിനെ നമ്മൾ ഗ്രേ മാറ്റർ എന്ന് പറയുന്നു. ഈ ഗ്രേ മാറ്റർ വരുന്ന പുറം ഭാഗത്തിനെ, ആ ലെയറിനെ പറയുന്ന പേരാണ് സെറിബ്രൽ കോർട്ടെക്സ്. നമ്മൾ കിഡ്നി പഠിച്ചപ്പോഴും പറഞ്ഞു, കിഡ്നിയുടെ പുറം ഭാഗം കോർട്ടെക്സും റീനൽ കോർട്ടെക്സും, അകഭാഗം എന്താണ്? റീനൽ മെഡുല എന്ന് പറഞ്ഞു. ഇവിടെ അതുപോലെയാണ്, സെറിബ്രൽ കോർട്ടെക്സും സെറിബ്രൽ മെഡുലയും. അപ്പോൾ ആ പുറത്തുള്ള ഭാഗം കോർട്ടെക്സിൽ എന്താണുള്ളത്? ഈ സെൽ ബോഡി അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന തന്നെ അത് ഒരു ഗ്രേയിഷ് അപ്പിയറൻസ് ആയിട്ട് അതിനെ ഗ്രേ മാറ്റർ എന്ന് വിളിക്കുന്നു. അപ്പോൾ ബാക്കി ആ ആക്സോണിൻ്റെ ഭാഗമെല്ലാം ഇങ്ങനെ അകത്തേക്ക് വരുന്നു. അതിനെ നമ്മൾ വൈറ്റ് മാറ്റർ എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് ഇത് വൈറ്റ് ആയിട്ട് അപ്പിയർ ചെയ്യുന്നത്? കാരണം അവയ്ക്കെല്ലാം മൈലിൻ ഷീത്ത് ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ രണ്ട് ഹെമിസ്ഫിയേഴ്സ് ഉണ്ട്. അത് കണക്ട് ചെയ്യുന്നത് കോർപ്പസ് കാലോസം, സൾക്കസും ഗൈറസും ഉണ്ട്. പിന്നെ അതിൻ്റെ ഗ്രേ മാറ്റർ പുറത്ത് സെറിബ്രൽ കോർട്ടെക്സിലും വൈറ്റ് മാറ്റർ അകത്തുമാണ്. ഇനി ഈ സെറിബ്രത്തിൻ്റെ ഫങ്ഷൻസ് നോക്കിയാൽ അത് പ്രധാനമായിട്ടും അതിൽ 3 ഏരിയാസ് ആണുള്ളത്. മോട്ടോർ ഏരിയാസ്, സെൻസറി ഏരിയാസ്, അസോസിയേഷൻ ഏരിയാസ്. അതായത് സെൻസ് ഓർഗൻസിൽ നിന്നുള്ള മെസ്സേജസ് ഒക്കെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന ഭാഗം. മോട്ടോർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂവിങ് പാർട്സ്, കൈകാലുകളിലേക്കുള്ളത്. ഇനി അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഇവയൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ ഒരു കണക്റ്റിംഗ് പാർട്ടും ആണ്. അങ്ങനെ 3 റീജിയൻസ് ആണ് നമ്മുടെ സെറിബ്രത്തിന് ഉള്ളത്. ഈ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ആയ മെമ്മറി, ഇൻ്റലിജൻസ് അതെല്ലാം ഹാൻഡിൽ ചെയ്യുന്ന ആരാണ്? നമ്മുടെ സെറിബ്രമാണ്. ഇനി ഈ സെറിബ്രം ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ അത് റാപ്പ് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ അകത്തുണ്ട്. അതിനെ പുറത്തിങ്ങനെ മൂടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറിൻ്റെ പേരാണ് തലാമസ്. അപ്പോൾ തലാമസിനെ കാണണമെങ്കിൽ നമ്മളിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നോക്കിയാലേ കാണാൻ പറ്റും. കാരണം പുറത്തിങ്ങനെ കവർ ചെയ്ത് ആരുണ്ട്? സെറിബ്രം ഉണ്ട് അല്ലേ. അപ്പോൾ ഈ തലാമസ് എന്ന് പറയുന്നത് അതിലും കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഉണ്ട്. മെമ്മറിയും സെൻസറി ഫങ്ഷൻസിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു ഏരിയയാണ് തലാമസ്. ഈ തലാമസിന് താഴെ വരുന്ന മറ്റൊരു സ്ട്രക്ചറാണ് ഹൈപ്പോ തലാമസ്. ആ ഹൈപ്പോ എന്നുള്ള വേർഡ് തന്നെ എന്താണ്? താഴെ എന്നുള്ള അർത്ഥമാണ് അല്ലേ. അപ്പോൾ തലാമസിന് താഴെ വരുന്നതുകൊണ്ട് നമ്മൾ അതിനെ ഹൈപ്പോ തലാമസ് എന്ന് പറയുന്നു. ഹൈപ്പോ തലാമസിന് നമ്മുടെ ബോഡിയിൽ കുറേ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ആണുള്ളത്. അതാണ് നമ്മുടെ ഈ ടെമ്പറേച്ചറിനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ വിശപ്പ്, ദാഹം, പിന്നെ നമ്മുടെ ചില സ്വഭാവങ്ങളും നമ്മുടെ ബോഡിയിലെ ടെമ്പറേച്ചർ റെഗുലേഷനും ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ഹൈപ്പോ തലാമസ് ആണ്. പിന്നെ അത് കൂടാതെ ഹൈപ്പോ തലാമസിന് ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യാൻ കഴിയും. ഇതൊരു ഗ്ലാൻഡ് അല്ല, പക്ഷെ അതിൽ സെക്രീറ്ററി സെൽസ് ഉണ്ട്, ന്യൂക്ലിയ എന്ന് പറയും. അപ്പോൾ ആ സെൽസ് ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്ത് നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് കൊടുക്കുന്നുമുണ്ട്. ഇനി അതിനോട് അസോസിയേറ്റ് ചെയ്ത് മറ്റൊരു സ്ട്രക്ചറുണ്ട്. അതിനെ പറയുന്ന പേരാണ് ലിംബിക് സിസ്റ്റം. ഈ ലിംബിക് സിസ്റ്റത്തിനെ നമ്മൾ ഇമോഷണൽ ബ്രെയിൻ എന്നും പറയാറുണ്ട്. അതായത് നമ്മുടെ ഈ സ്വഭാവം, നമുക്ക് പക തോന്നുക, പേടി തോന്നുക, നിരാശ തോന്നുക, അല്ലെങ്കിൽ പ്രണയം തോന്നുക, അല്ലെങ്കിൽ സെക്ഷൽ ബിഹേവിയർ, അങ്ങനെയുള്ള ആ ഒരു വശം, നമ്മുടെ ഒരു സോഫ്റ്റ് സൈഡ് എന്ന് പറയാം അല്ലേ, അതെല്ലാം വരുന്നത് എവിടെയാണ്? നമ്മുടെ ലിംബിക് സിസ്റ്റമാണ്. അതുകൊണ്ട് അതിനെ ഇമോഷണൽ ബ്രെയിൻ എന്ന് പറയുന്നത്. അതിൽ 2 സ്ട്രക്ചേഴ്സാണ് മെയിനായിട്ടുള്ളത്, അമിഗ്ഡാല ആൻഡ് ഹിപ്പോകാമ്പസ്. ഹിപ്പോകാമ്പസ് എന്ന് പറയുന്നത് നമ്മുടെ കടൽക്കുതിരയുടെ ശാസ്ത്രീയ നാമമാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രക്ചർ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ നാമകരണം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലിംബിക് സിസ്റ്റത്തിൻ്റെ പാർട്സ് ചോദിച്ചാൽ ഹിപ്പോകാമ്പസും അമിഗ്ഡല എന്നീ 2 സ്ട്രക്ചേഴ്സാണ് ചേർന്നിരിക്കുന്നത്. നമ്മുടെ ഫോർ ബ്രെയിനിലുള്ള തലാമസ്, ഹൈപ്പോ തലാമസും നമ്മുടെ ഹൈൻഡ് ബ്രെയിനിൻ്റെ തുടക്കമായ പോൺസിനും ഇടയ്ക്ക് വരുന്ന ഒരു ഭാഗമാണ് മിഡ് ബ്രെയിൻ എന്ന് പറയുന്നത്. ഒരു കനാൽ അതിനെ മിഡ് ബ്രെയിനിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. അതിനെ പറയുന്ന പേരാണ് സെറിബ്രൽ ആക്വിഡക്ട്. പിന്നെ അതിൽ 4 സ്പെറിക്കലായിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട്. അവയെ പറയുന്ന പേരാണ് കോർപ്പോറ ക്വാഡ്രിജെമിന. അപ്പോൾ ഇത് മെയിനായിട്ട് ഇൻവോളണ്ടറി ഫങ്ഷൻസ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ ഇൻവോളണ്ടറി ഫങ്ഷൻസ് കൺട്രോൾ ചെയ്യുന്നതാണ് നമ്മുടെ ഹൈൻഡ് ബ്രെയിൻ. ഹൈൻഡ് ബ്രെയിൻ്റെ 3 പാർട്സ് ആണ്, പോൺസ്, മെഡുല ആൻഡ് സെറിബെല്ലം. ഈ പോൺസ് എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് അസോസിയേഷൻ ഏരിയ ആണ്. അതായത് ഈ ഹൈൻഡ് ബ്രെയിനെയും മിഡ് ബ്രെയിനെയും ഒക്കെ കണക്ട് ചെയ്ത് നിർത്തുന്ന ഒരു ഏരിയ ആണ്.
മെഡുല ഒബ്ലോങ്കേറ്റ എന്ന് വെച്ചാൽ വളരെ പ്രധാനപ്പെട്ട ചില ഇൻവോളണ്ടറി ആക്ഷൻസ്. നിങ്ങൾ കഴിഞ്ഞ വർഷം 4 ഫംഗ്ഷൻസ് പഠിച്ചിരുന്നു 10ാം ക്ലാസ്സിൽ. സലൈവേഷൻ, വൊമിറ്റിംഗ്, ബ്ലഡ് പ്രഷർ, റെസ്പിറേഷൻ്റെ റേറ്റ്. നമ്മൾ ഈ വർഷം പഠിച്ചു റെസ്പിറേറ്ററി റേറ്റ് എങ്ങനെയാണ് മെഡുലയിൽ കൺട്രോൾ ചെയ്യുന്നതെന്ന് അല്ലേ. കാർഡിയോവാസ്കുലർ റിഫ്ലക്സസും ഗ്യാസ്ട്രിക് സെക്രീഷൻസും എല്ലാം മെഡുലയാണ് കൺട്രോൾ ചെയ്യുന്നത്. അതിനടുത്ത് കാണുന്ന ഒരു വളരെ ചുരുങ്ങി വളരെ കൺവല്യൂട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ എന്താ പറയുക ഷ്രിങ്ക് ചെയ്തിരിക്കുന്ന ഒരു കൺവല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സർഫസ് ഉള്ള ഒരു മറ്റൊരു സ്ട്രക്ചറാണ് നമ്മുടെ സെറിബെല്ലം എന്ന് പറയുന്നത്. നിങ്ങൾ കഴിഞ്ഞ വർഷം സെറിബെല്ലത്തിൻ്റെ ഫംഗ്ഷൻ പഠിച്ചു. പോസ്ചർ, ബാലൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ നടക്കാൻ അല്ലെങ്കിൽ ഒരു പ്രിസിഷൻ ഉള്ള ഒരു ആക്ഷൻ ചെയ്യാനായിട്ട് അതിനൊക്കെ നമ്മളെ കോർഡിനേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് സെറിബെല്ലമാണ്. അപ്പോൾ നമ്മുടെ മിഡ് ബ്രെയിനും പോൺസും മെഡുലയും കൂടെ ചേർന്നിട്ട് എങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യുന്നു? നമ്മുടെ സ്പൈനൽ കോഡായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇവയാണ് നമ്മൾ ബ്രെയിൻ സ്റ്റെം എന്ന് പറയുന്നത്. നമ്മുടെ മിഡ് ബ്രെയിനും പോൺസും മെഡുലയും ചേർന്നിട്ടാണ് ബ്രെയിൻ സ്റ്റെം ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ബ്രെയിൻ സ്റ്റെം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനെയും സ്പൈനൽ കോഡിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ്. കാരണം നമുക്കറിയാം ബ്രെയിനും സ്പൈനൽ കോഡും ചേർന്നതാണ് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം. അതൊക്കെ നമ്മൾ ആദ്യത്തെ പാർട്ടിൽ പഠിച്ചു കഴിഞ്ഞു. ഇനി ബ്രെയിനിൻ്റെ ചിത്രം വരയ്ക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ എൻ്റെ വീഡിയോ ഉണ്ട്, ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അത് നോക്കി നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ്. ഇൻസ്റ്റാഗ്രാമിലും ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ബയോളജി മൈ പാഷൻ തന്നെയാണ്. അതിലും ഞാൻ ഈ ബ്രെയിനിൻ്റെ കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നോക്കി മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഈ പഠിപ്പിച്ച പാഠഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതെനിക്ക് വലിയ ഉപകാരമായിരിക്കും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് ബയോളജി മൈ പാഷൻ.